ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതേപോലെ തന്നെ ഈവൻ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കിലുള്ള ഒരു കളക്ഷനാണ്. ലിനൻ ഫാബ്രിക്കിൽ ഇതുണ്ടോ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ ഒരു ലീഫിൻ്റെ ഒക്കെ പോലത്തെ ഒരു വീവിങ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതിൻ്റെ അടിപൊളിയായിട്ടുള്ള 4 കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോഴും എല്ലാവർക്കും ചേരുന്ന ടൈപ്പ് കുറച്ച് ഡാർക്ക് ആയിട്ട് നിൽക്കുന്നതാണ്. പീസ്റ്റൽ അല്ല, ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇതിൽ നല്ലൊരു പാറ്റേൺ ആണ്. ഇത് ഇത് ബോഡിക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടാണ് ഇത്രയും കൊടുക്കുന്നത്. ഫുൾ വളരെ ഹെവി ആൻഡ് ഇത് അതിൻ്റെ ഡയമണ്ട് ബോർഡർ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിങ് ആണ് വന്നത്. വർക്ക് നോക്കി, ഒരു ലീഫിൻ്റെ സ്റ്റൈലിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് കൊടുത്തിരുന്നത്. ലിനൻ ഫാബ്രിക് ആണ്. ആൻഡ് ഇത് അഡീഷണലി 1/2 മീറ്റർ സ്ലീവ്സിന് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹെവി ആയിട്ട് ഫുള്ളി വീവ് വന്നിരിക്കുന്ന ആ ഒരു ലീഫ് സ്റ്റൈലും ബോർഡറും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് സ്ലീവ്സ് ഫുള്ളി വീവിങ് പാറ്റേൺ ആണ് കൊടുത്തേക്കുക. അതിൻ്റെ ബാക്ക് പാനൽ വരുന്നത് ഇതുപോലെ, അതായത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഡാമൻ ബോർഡറിൽ മാത്രം ആ ഒരു ലീഫ് ബോർഡർ കൊടുത്തേക്കുന്ന ഡാമൻ. ഇങ്ങനെ ഒരു ഓവറോൾ ലുക്ക് ഇപ്പം കണ്ടില്ലേ. അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പാനൽ ഫുള്ളും വളരെ ഹെവി ആയിട്ടുള്ളൊരു വീവിങ് ആണ്. ദുപ്പട്ട നോക്കിയാൽ മനസ്സിലാവും, നല്ല ക്യൂട്ടായിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ്. ലീഫിൻ്റെ തന്നെ കുറച്ച് തിന്നായിട്ടുള്ള ലീഫും ദാമനിൽ കുറച്ച് ഹെവി ആൻഡ് സ്ലീവ്സ് കംപ്ലീറ്റ്ലി വീവിങ് ആണ് കൊടുത്തേക്കുക. ബാക്ക് പാനൽ വരുമ്പോൾ ആ ഒരു ദാമൻ ബോർഡർ ഈ ഒരു കളർ ഷെയ്ഡാണ്. കുറച്ചൊരു ഓണിയൻ പിങ്ക്, അത് കുറച്ചൊരു റെഡ് ബ്ലണ്ടഡ് ആണ് നിൽക്കുന്ന ഷെയ്ഡ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡീപ്പ് ഗോൾഡൻ യെല്ലോ കളർ ഷെയ്ഡ് ഇതുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതതിൻ്റെ സ്ലീവ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇത്രയും പോർഷൻ, അതായത് ഈ പോർഷൻ തൊട്ട് ഇത് ഇവിടം വരെ വരുന്ന സ്ലീവ് ആണ്. ആൻഡ് ഇത് അതിൻ്റെ ഡയമണ്ട് ബോർഡർ ആണ്. ഇത് മടക്കി വെച്ചേക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടോ, അതെല്ലാം കൂടെ ഒരുമിച്ചാണ് മടക്കി വെച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെ വരും ടോപ്പ് വന്നിട്ട്. ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ഡയമണ്ട് ബോർഡർ ആൻഡ് വളരെ ഹെവി ആയിട്ടുള്ള സ്ലീവ്. സോ ഇനി നമുക്ക് കളേഴ്സ് നോക്കാം. 4 ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ആൻഡ് സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. 1380 ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. സോ അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരുന്നത്. ഒരു ലെവൻഡറിൻ്റെ അതൊരു പിങ്ക് ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. ആൻഡ് ടോപ്പ് ദുപ്പട്ട ലിനൻ ഫാബ്രിക്കിലും സാൻഡൂൺ ബോട്ടം. ദുപ്പട്ടയിൽ വരുമ്പോഴും അതായത് ടോപ്പിലും ഫ്രണ്ടിലും ദുപ്പട്ടയിലും ഇതുപോലെ ചെറിയ ആ ലീഫ് സ്റ്റൈലുള്ള വീവിങ്ങും, താഴെ പോർഷനിലോട്ട് വരുമ്പോഴാണ് ആ ലീഫ് കുറച്ചും കൂടെ ബിഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആൻഡ് വിത്ത് ഹെവി സ്ലീവ്സ് ആണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാലേ കുറച്ചുകൂടെ ആ ഒരു അട്രാക്ഷനും ലുക്കും ഒക്കെ കിട്ടുള്ളൂ. അതായത് യൂഷ്വലി കാണുന്ന പോലെയല്ല, പ്ലെയിൻ അല്ല. അതായത് സ്ലീവ് പോർഷൻ ഫുള്ളി വർക്കാണ്. ഡാമൻ മാത്രമല്ല, ഫുൾ വർക്ക് വന്നിരിക്കുന്ന സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ല കളറില്ല, എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. അത് യൂഷ്വലി ഉള്ള പീസ്റ്റലിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ കളേഴ്സ് ആൻഡ് ഫാബ്രിക്കും. എല്ലാവരും കാത്തിരുന്ന ഫാബ്രിക്കാണ്, ലിനൻ ഫാബ്രിക് ആണ്. അത് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യും, അതേപോലെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ്, ക്രേപ്പ് ലീഫിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതിൽ ആ വീവിങ്ങിൽ കൊടുത്തേക്കുന്നത്. അതും വിത്ത് ഫുള്ളി സ്ലീവ്സിലും വർക്ക് വന്നിട്ടുണ്ട്. സോ ഫങ്ഷൻ വെയർ ആയിട്ട് മ്യൂസിയം 1380 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.